എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വാട്സാപ്പിൽ നമ്മൾക്ക് എങ്ങനെ നല്ലൊരു സ്റ്റിക്കർ നിർമ്മിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇതുവരെയും സ്റ്റിക്കർ നിർമ്മിക്കാൻ അറിയാത്തവർക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വളരെ മനോഹരമായിട്ട് ഒരു സ്റ്റിക്കർ വാട്സാപ്പിൽ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഈ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു യൂട്യൂബ് ചാനലായ സിംഗർ ഷാജി മാത്യു എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനോടകം തന്നെ വാട്സാപ്പിൽ ഒരു സ്റ്റിക്കർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള വിവരം എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാമായിരിക്കും. എന്നാൽ ഇപ്പോഴും അതിനെക്കുറിച്ച് അറിയാത്ത സുഹൃത്തുക്കൾക്കായിട്ടാണ് ഈ വീഡിയോ നിർമ്മിക്കുന്നത്. നമുക്ക് വാട്സാപ്പിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷനാണ്. വാട്സാപ്പിൽ നമുക്ക് സ്റ്റിക്കർ നിർമ്മിക്കാനുള്ള, നമ്മുടെ ഇഷ്ടമനുസരിച്ച് സ്റ്റിക്കർ നിർമ്മിക്കാനുള്ള ഒരു സൗകര്യം കൂടെ വാട്സാപ്പ് പുതിയ ഫീച്ചറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഏറ്റവും താഴ്ഭാഗത്തായിട്ടുള്ള സ്റ്റിക്കറിൻ്റെ ഒരു ബട്ടണുണ്ട്. ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. നമുക്ക് ഏറ്റവും താഴ്ഭാഗത്തായിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ കീബോർഡ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ ആദ്യമത്തെ ഓപ്ഷനായിട്ടുള്ള ക്രിയേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ഒരു പേനയുടെ സിമ്പിളോട് കൂടിയുള്ള ക്രിയേറ്റ് എന്നുള്ള ഒരു ബട്ടൺ ഇവിടെ നമുക്ക് വട്ടത്തിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അത് പ്രസ് ചെയ്തതോടുകൂടി നമ്മുടെ ഗാലറിയിലേക്ക് ഓപ്പൺ ആയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്ടംപോലെ ഫോട്ടോകൾ, നമ്മുടെ ഗാലറി കിടക്കുന്ന ഫോട്ടോകളൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. അതിൽ ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് പ്രോസസ്സ് ആവുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ഫുള്ളായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ മൊബൈലിലെടുത്ത അതേ ഫോട്ടോ ഇവിടെ ഫുള്ളായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് സ്റ്റിക്കറാക്കാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ നമ്മൾക്ക് ഗാലറിയിൽ വെച്ച് തന്നെ നമ്മൾ ക്രോപ്പ് ചെയ്ത് റെഡിയാക്കി വെക്കേണ്ടതാണ്. വാട്സാപ്പിൽ ക്രോപ്പ് ചെയ്യാനുള്ള സൗകര്യമില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിവിടെ ക്രോപ്പ് ചെയ്യാനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതേപടി നമുക്ക് സ്റ്റിക്കറാക്കാനേ മാർഗ്ഗമുള്ളൂ. ഇവിടെ നമുക്ക് സാധാരണ ഫോട്ടോ ആയിട്ട് വേണമെങ്കിൽ ഇത് സ്റ്റിക്കറാക്കാം, അല്ലെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തുകൊണ്ടുള്ള നമുക്കൊരു ഫോട്ടോ സ്റ്റിക്കറാക്കാവുന്നതാണ്. ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്കിവിടെ ഈ സ്റ്റിക്കറിനോട് കൂടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതി വയ്ക്കാം. അതിനായിട്ട് മുകളിലായിട്ട് നമുക്ക് കാണാവുന്നതാണ്, അവിടെ ഒരു ലെറ്റർ എഴുതാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടും. നമുക്ക് അകത്ത് ക്ലിക്ക് ചെയ്തതോടുകൂടി നമുക്കിവിടെ കീബോർഡ് ഓപ്പൺ ആക്കി വന്നിരിക്കുകയാണ്. ഞാനിവിടെ ഗുഡ് മോർണിംഗ് എന്ന് എഴുതി വെക്കുകയാണ്. ഗുഡ് മോർണിംഗ് എഴുതി വയ്ക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കിട്ടുന്നതാണ്. ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിന് കളറൊക്കെ മാറാം, പല കളറിലൊക്കെ വരാം. അതിനുശേഷം നമുക്ക് നമ്മൾ എഴുതിയ മെസ്സേജ് നമുക്ക് ഈ സ്റ്റിക്കറിൻ്റെ കണക്കിനായിട്ട് നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് പ്ലേസ് ചെയ്യാം. നമ്മുടെ കലാപരമായ വാസനയ്ക്കനുസരിച്ച് ഓരോന്ന് ഡിസൈൻ ചെയ്യുക. ഇവിടെ ഞാനിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളിവിടെ മുകളിലായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുകളിൽ സ്റ്റിക്കർ ആഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടെ വാട്സാപ്പ് ഒരുക്കിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. നമുക്കത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. മുകളിൽ കാണിച്ചിരിക്കുന്ന ആ സ്റ്റിക്കറിൻ്റെ ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പം നമ്മുടെ ഫോണിലേക്ക് സ്റ്റിക്കറിൻ്റെ ഒരു കളക്ഷൻ തന്നെ വരുന്നതാണ്. അത് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇവിടെ ജയൻ്റെ ഒരു ഫോട്ടോ ഞാനിവിടെ സ്റ്റിക്കറായിട്ട് ഒപ്പം കൊണ്ടുവരികയാണ്. അപ്പം ജയനും കൂടെ നിൽക്കുന്നതായിട്ട് ഉള്ളൊരു സ്റ്റിക്കർ നമുക്ക് സെറ്റാക്കാവുന്നതാണ്. അപ്പോൾ ജയൻ്റെ ഒരു ഫോട്ടോയും കൂടെ ഞാനിവിടെ സെറ്റാക്കിയിരിക്കുകയാണ് ഈ ഗുഡ് മോർണിംഗ് മെസ്സേജിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് പേനയുടെ ഒരു ബട്ടൺ കൂടെ കാണാവുന്നതാണ്. അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക്
ഇഷ്ടമുള്ള ഒരു കളറ് ഇത് ബാക്ക്ഗ്രൗണ്ടായിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വരച്ചു കൊടുക്കാവുന്നതാണ്. ഇതിന് ഞാൻ തൽക്കാലം ഒരു വട്ടം വരയ്ക്കുകയാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഒരു ഡിസൈൻ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് വരച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊരു എളുപ്പത്തിന് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങളുടെ കലാപരമായ കഴിവ് ഉപയോഗിച്ച് ഭാവന ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഡിസൈനൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം മുകളിൽ ഡൺ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് സെൻഡ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത സ്റ്റിക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് വാട്സാപ്പിൽ നമുക്ക് സ്വന്തമായിട്ട് സ്റ്റിക്കർ ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്ന ഓപ്ഷനുകൾ ഇങ്ങനെയൊക്കെയാണ്. കൂടുതൽ ഓപ്ഷനുകളൊക്കെ വാട്സാപ്പിൽ വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് അന്നേരം കുറേ കൂടെ ഭംഗിയായിട്ടുള്ള സ്റ്റിക്കറുകൾ നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത സ്റ്റിക്കർ സെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പുതുതായിട്ട് നിർമ്മിച്ച ഈ സ്റ്റിക്കറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പോപ്പ് വിൻഡോ വരുന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ ആഡ് ടു ഫേവറേറ്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്റ്റിക്കറുകളുടെ എല്ലാം കൂട്ടത്തിലേക്ക് ഈ ഒരു സ്റ്റിക്കർ നമുക്ക് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിന് തൊട്ട് താഴ്ഭാഗത്തായിട്ട് എഡിറ്റ് സ്റ്റിക്കർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റിക്കർ എഡിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റിക്കറിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനേ പറ്റുള്ളൂ. അതിൽ നിന്നും ഒന്ന് നീക്കം ചെയ്ത് നമുക്ക് പുതിയ സ്റ്റിക്കറായിട്ട് മാറ്റാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റിക്കറിലേക്ക് പുതുതായിട്ട് എന്തെങ്കിലും എഴുതി ചേർക്കുകയോ അല്ലെങ്കിൽ പുതിയതായിട്ട് വേറെ എന്തെങ്കിലും സ്റ്റിക്കറുകൾ കൂട്ടിച്ചേർക്കുകയോ ഒക്കെ ചെയ്യാനേ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. അപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.